നമസ്കാരം. പ്രധാന വാർത്തകൾ. ഈഴവർ പറഞ്ഞാൽ ജാതിയും മറ്റുള്ളവർ പറഞ്ഞാൽ നീതിയുമെന്ന സ്ഥിതി മാറണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. SNDP താലൂക്ക് യൂണിയൻ നടപ്പാക്കുന്ന തൊഴിൽദാന പദ്ധതിക്ക് ഉദ്ഘാടനം ചെയ്തു. ശുചിത്വമില്ലാതെ പ്രവർത്തിക്കുന്നതായി ആരോപിച്ച് SDPI പ്രവർത്തകർ ടൗണിൽ ഹോട്ടൽ അടിച്ചു തകർത്തു. വിശദമായ വാർത്തകളിലേക്ക്. ഈഴവർ പറഞ്ഞാൽ ജാതിയും മറ്റുള്ളവർ പറഞ്ഞാൽ നീതിയും എന്നതാണ് കേരളത്തിലെ സ്ഥിതിയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തങ്ങൾക്ക് വേണ്ടി പറയാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. ഒരു മുന്നണി കുത്തിക്കൊല്ലുമ്പോൾ മറ്റൊരു മുന്നണി നക്കിക്കൊല്ലുകയാണ്. ഇതിനൊരു മാറ്റം വേണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തൊടുപുഴയിൽ തൊഴിൽദാന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും അർഹതപ്പെട്ടിട്ടോ ഈ രാജ്യത്ത് നമുക്ക് കിട്ടാത്ത വിദ്യാഭ്യാസ രീതി നൽകുന്നുണ്ടോ? അധികാരത്തിൽ നമുക്ക് എന്ത് പങ്കാളിത്തം? ഇടുക്കി ജില്ലയിൽ അധികാരത്തിലുള്ള പങ്കാളിത്തം എവിടെ കിട്ടുന്നുണ്ട്? ആളെണ്ണം നോക്ക്, ആളെണ്ണം നോക്കി ഇഷ്ടംപോലുണ്ട്. നമ്മുടെ ആളെന്ന് ആരും പറയല്ല. നമുക്ക് വേണ്ടി പറയാനാരുണ്ട്? ഒറ്റെണ്ണം കിട്ടുകയാണ്. മിണ്ടിപ്പോയാൽ അവൻ ജാതി പറഞ്ഞു, ഈഴവൻ ന്യായം പറഞ്ഞാൽ അവൻ ജാതി പറഞ്ഞു, ക്രിസ്ത്യാനി ന്യായം പറഞ്ഞാൽ അത് നീതിയാണ്, അതുകൊണ്ട് മുസ്ലിം ന്യായം പറഞ്ഞാൽ അത് നീതിയാണ്, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നീതി, നമ്മൾ പറഞ്ഞ ജാതിയാണ്. ഇവരെല്ലാം കൂടി നമ്മളെ തകർക്കടിക്കുവാനുള്ള ശ്രമം. ഇത് കൊണ്ടും അതുപോലെ കണ്ടും ഒരുപാട് സഹിച്ചില്ലേ നാം എവിടെ കിടക്കുന്നു? നമ്മുടെ സ്ഥിതി എന്ത്? ഈ രാജ്യത്തിന്റെ എല്ലാം കൊണ്ടുപോയിട്ട് ഈ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ എന്തുമാത്രം ആളുകളാണ് നമ്മളിൽ നിന്ന് പോകുന്നത്? എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. മതപരിവർത്തനായ ഈ മുസ്ലിങ്ങളുടെ ജിഹാദാണ്, ലവ് ജിഹാദിലൂടെ എത്ര യോധാന്റെ മനുഷ്യർ ആയിരക്കണക്കിനാണ് നമ്മുടെ പിള്ളേർ തട്ടിക്കൊണ്ട് പോകണത്. മതപരിവർത്തനം വേറൊരു വിഷയം. ഒരുത്തൽ കുത്തിക്കൊല്ലുന്നു, ഒരാൾ നക്കിക്കൊല്ലുന്നു. ഈ രണ്ട് രീതിയിലുള്ള പ്രവർത്തനം വന്നപ്പോൾ ഈഴവന്റെ എണ്ണം കുറയുന്നു. അവൻ ദാരിദ്ര്യ ദുഃഖത്തിന്റെ മാത്രം ജനിച്ച ദാരിദ്ര്യത്തിന്റെ ദുഃഖത്തിന് മാത്രം അനുഭവിക്കാവുന്ന ഒരു മഹാഭാവിയായി നിലനിൽക്കുന്നു. ഈ ജനാധിപത്യം വന്നിട്ട് നമുക്ക് വരുന്ന ദുഃഖങ്ങളും എല്ലാം നാം പങ്കിടാൻ കൂടുമ്പോൾ ഈ ദുഃഖത്തിന് ഒരു അർജനത്തെ പറ്റും. അതിന് ഗുരു പറഞ്ഞത് കേട്ടു മറ്റു സമുദായങ്ങൾ സംഘടിച്ച് ശക്തരായി. നമ്മൾ സംഘടിച്ചോ ശക്തരായോ? സംഘടിച്ചു ശക്തരായി. വിഘടന സ്വഭാവം നമുക്കെല്ലാം പരസ്പര ജലസേ ത്യാഗം വേണം, സ്നേഹം വേണം, കൂട്ടായ്മ വേണം, സ്വാർത്ഥത കൈവരിയണം. SNDP യോഗം തൊടുപുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിലുള്ള തൊഴിൽദാന പദ്ധതിയും ഓട്ടോറിക്ഷകളുടെ വിതരണവും യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് തൊഴിൽദാന പദ്ധതിയുടെ ഉദ്ഘാടനവും ഓട്ടോറിക്ഷ വിതരണവും നടന്നത്. യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ അധ്യക്ഷനായിരുന്നു. യൂണിയൻ ചെയർമാൻ CP സുദർശനൻ മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഇന്ദു സുധാകരൻ, PK ബിനു തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ കൺവീനർ സത്യൻ ചേരിക്കവാഴയിൽ സ്വാഗതം ആശംസിച്ചു. ചെറായിക്കൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തിയാണ് യോഗം ജനറൽ സെക്രട്ടറി ചടങ്ങിനെത്തിയത്.
ശുചിത്വമില്ലാതെ പ്രവർത്തിക്കുന്നതായി ആരോപിച്ച് SDPI പ്രവർത്തകർ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഹോട്ടൽ അടിച്ചു തകർത്തു. പ്രിയങ്ക ഹോട്ടലിന് നേരെയാണ് അക്രമമുണ്ടായത്. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഹോട്ടലിന് മുൻപിൽ വെച്ചിരുന്ന സോഡാ കുപ്പികൾ എറിഞ്ഞു തകർത്തു. 3 SDPI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. മർച്ചന്റ്സ് അസോസിയേഷൻ ചില ഭാരവാഹികൾ ഇടപെട്ട് ഒത്തുതീർപ്പിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഒരു 12 മണി സമയത്ത് SDPIനായിട്ട് 30 പേരോളം ഉണ്ടായിരുന്നു. ഒരു പ്രകടനമായിട്ട് വന്ന് അതിന് മുൻപിൽ വന്ന് 2 മിനിറ്റ് നേരം ഉത്തരവാദിത്വം വിളിച്ചിരുന്നു. ഒരാൾ ഇതിനകത്ത് കയറി വന്ന് ഷട്ടർ വെച്ചതാക്കി ഒരു അപ്രോച്ചിട്ട് അവനെ അസഭ്യം പറഞ്ഞുകൊണ്ടാണ് വന്നത്. അത് കഴിഞ്ഞ് അപ്രോച്ച് ഇവിടുന്ന് എല്ലാം വെച്ച് ഷട്ടറിലേക്ക് എറിഞ്ഞ് ഷട്ടറും വെച്ചാൽ ലാസ്റ്റ് ഞങ്ങളെ ഉപദ്രവിച്ച് ഞങ്ങളോട് കളിച്ചാൽ എന്ന രീതിയിൽ പറഞ്ഞ കക്കൂസ് മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നതായി ആരോപിക്കപ്പെടുന്ന തൊടുപുഴയിലെ ടൂറിസ്റ്റ് ഹോമിലേക്ക് SDPI പ്രവർത്തകർ മാർച്ച് നടത്തി. മാർച്ച് ടൂറിസ്റ്റ് ഹോമിന് സമീപം പോലീസ് തടഞ്ഞു. പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി കണ്ടതിനെ തുടർന്ന് സിസിലിയ ടൂറിസ്റ്റ് ഹോമിനെതിരെ നഗരസഭ പിഴ ചുമത്തിയിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ പുഴയിലേക്ക് തൊടുപുഴ നഗരത്തിലെ എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് വൻതോതിൽ മാലിന്യങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് താഴെ ആയിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്നുണ്ടോ എന്ന്, അവർ ഈ വെള്ളം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന്, അവർ കുടിക്കുവാനും കുളിക്കുവാനും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മലയാളിയുടെ മിനിമം സാംസ്കാരിക ബോധം അവരിൽ അവശേഷിക്കുന്നുണ്ടോ എങ്കിൽ അവർ തീരുമാനമെടുക്കുമായിരുന്നു. പക്ഷേ കേരളീയ സമൂഹത്തെ ലജ്ജിപ്പിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ചില വ്യാപാരികള്, ഇവിടെ ചില ഹോട്ടൽ ഉടമകള്, ഇവിടുത്തെ ചില അബ്കാരികള് അവരുടെ മാലിന്യങ്ങൾ, അവരുടെ മുഴുവൻ മാലിന്യങ്ങളും ഈ പുഴയിലേക്ക് തള്ളിവിടുമ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ, അവരുടെ 500 നോട്ടുകൾ വാങ്ങിക്കൊണ്ട് മൌനം പാലിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി തയ്യാറല്ല. അതുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇത്തരം അനീതികൾക്കെതിരായി, ഇത്തരം ചെറ്റത്തരങ്ങൾക്കെതിരായി ശക്തമായ സമരവുമായി ഈ കോരിച്ചൊരിയുന്ന മഴയത്തിനകത്ത് വന്നിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ ഒഴിവുള്ള 100-ലധികം അധ്യാപകരുടെ തസ്തികകൾ നികത്തുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വിദ്യാഭ്യാസ അവകാശ നിയമം സംബന്ധിച്ച അവലോകന യോഗത്തിൽ തീരുമാനമായി. RMSA പദ്ധതി പ്രകാരം ജില്ലയിൽ അനുവദിച്ച 14 ഹൈസ്കൂളുകളുടെ കെട്ടിട നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും. അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മകൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. PT തോമസ് MPയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, ശുചിത്വ മിഷൻ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കല്ലൂർക്കാട് RPS ആഭിമുഖ്യത്തിൽ അംഗങ്ങളുടെ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മക്കൾക്ക് അവാർഡ് വിതരണം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള കുട വിതരണവും ഇതോടൊപ്പം നടന്നു. യോഗം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ അവാർഡ് ദാനം നിർവഹിച്ചു. RPS പ്രസിഡന്റ് വിൽസൺ നെടുങ്കല്ലിൽ അധ്യക്ഷനായിരുന്നു. കല്ലൂർക്കാട് റബ്ബർ ഉൽപാദക സംഘത്തിന് കുറച്ച് സ്ഥലം ഇവിടെ വാങ്ങിയിട്ടുണ്ട്. 13 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ആ 13 സെന്റ് സ്ഥലത്ത് ഒരു പുകപ്പുര പണിയുകയും ഇവിടെ വാങ്ങുന്ന പാൽ ഇവിടെ തന്നെ ഉറയൊഴിച്ച് അത് പോൾ ഷീറ്റാക്കി മാറ്റി ഉയർന്ന വിലയ്ക്ക് വിറ്റ് അതിൽ നിന്നൊരു ലാഭം ഇതിൽപ്പെടുന്ന ഈ സംഘത്തിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾക്ക് വിതരണം ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം. അങ്ങനെ ഒരു പുകപ്പുര പണിയണമെങ്കിൽ അത് ഈ സംഘത്തിന്റെ പേരിലുള്ള സ്ഥലത്ത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ ചെയ്യുവാൻ സാധിക്കുമോ എന്നതിനെ പറ്റിയുള്ള തടസ്സങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ വന്നിട്ട് പ്രോജക്റ്റ് വെച്ചെങ്കിലും അന്ന് സാങ്കേതിക വിദഗ്ധ സമിതി റബ്ബർ ബോർഡിന്റെ ഫണ്ട് സഹായം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആ പദ്ധതിയെ നിരുത്സാഹപ്പെടുത്തി അതിനെ കുറിപ്പെഴുതി ആ പദ്ധതി നടപ്പിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ സാങ്കേതിക വിദഗ്ധ സമിതികൾ ഇത്തരം പല വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ബഹുമാനീയ മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ
സംസ്ഥാനത്തെ സാങ്കേതിക വിദഗ്ധ സമിതികൾ പിരിച്ചുപിടിക്കാനുണ്ടായത്. ഇപ്പോൾ സാങ്കേതിക വിദഗ്ധ സമിതികൾ ഇല്ല. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് നമുക്ക് നിർമ്മിക്കുവാൻ പറ്റുമോ എന്നുള്ളത് ഒരിക്കൽ കൂടി ഒരു പ്രോജക്റ്റായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഡോക്ടർ ബലരാമൻ കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ജൂലൈ 31 തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈഴവർ പറഞ്ഞാൽ ജാതിയും മറ്റുള്ളവർ പറഞ്ഞാൽ നീതിയുമെന്ന സ്ഥിതി മാറണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. SNDP താലൂക്ക് യൂണിയൻ നടപ്പാക്കുന്ന തൊഴിൽദാന പദ്ധതിക്ക് ഉദ്ഘാടനം ചെയ്തു. ശുചിത്വമില്ലാതെ പ്രവർത്തിക്കുന്നതായി ആരോപിച്ച് SDPI പ്രവർത്തകർ ടൗണിൽ ഹോട്ടൽ അടിച്ചു തകർത്തു. ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.